നമസ്കാരം. കൊല്ലത്ത് യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുരൂഹതകൾ മാത്രമാണ്. ഭർത്താവിനെ അറസ്റ്റ് ചെയ്താലും കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ ഇത് ഏത് രീതിയിലുള്ള കൊലപാതകമാണെന്ന് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവ് ദിയാ സദനത്തിൽ ശ്യാമയായിരുന്നു കൊല്ലപ്പെട്ടത്. 26 വയസ്സായിരുന്നു. ഭർത്താവ് രാജീവിനെയാണ് ശാസ്താംകോട്ട പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. വീട്ടിനുള്ളിൽ വീണു എന്നായിരുന്നു യുവാവ് ആദ്യം പോലീസിനോടും നാട്ടുകാരോടും എല്ലാം പറഞ്ഞത്. പക്ഷേ ഇതൊരു വീഴ്ചയിൽ സംഭവിച്ച മരണമല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ഇതായിരുന്നു യുവാവിനെ കുരുക്കിയത്. അമ്പലപ്പറമ്പിലേക്ക് ഓടിപ്പോയാണ് തന്റെ ഭാര്യ നിലത്ത് വീണു എന്ന് യുവാവ് അറിയിച്ചത്. അവരെല്ലാം കൂടി ചേർന്ന് പിന്നീട് ശ്യാമയെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇവരോടെല്ലാം ഭാര്യ നിലത്ത് വീണ് കിടക്കുന്നു എന്നായിരുന്നു യുവാവ് പറഞ്ഞത്. അതേസമയം യുവതിയുടെ ഈ ഒരു മരണത്തിന് പിന്നാലെ രാജീവും പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. ഒടുവിൽ പോസ്റ്റ്മോർട്ടത്തിൽ അതൊരു കൊലപാതകമായി തെളിയുകയും ചെയ്തു. ശ്യാമയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ഒടുവിൽ ഭർത്താവ് സമ്മതിച്ചപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെയാണ് രാജീവ് മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം ഈ ഒരു സംഭവത്തിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചു വരുന്നതേയുള്ളൂ. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു. അന്നു മുതൽ ഇങ്ങോട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കാരണമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ശ്യാമയെ ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് വീടിനുള്ളിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകമാണ് എന്ന് തെളിഞ്ഞതോടെയാണ് പോലീസ് ശ്യാമയുടെ ഭർത്താവ് രാജീവിനെ അറസ്റ്റ് ചെയ്തത്. തലയിടിച്ചു വീണാണ് ശ്യാമ മരണപ്പെട്ടത് എന്നായിരുന്നു രാജീവിന്റെ പ്രതികരണം. മൊഴിയിൽ സംശയം തോന്നിയ പോലീസ് ഇയാളെ നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. വീടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന ദിവസമായിരുന്നു ദാരുണമായ സംഭവം ഉണ്ടായത്. അമ്പലപ്പറമ്പിലേക്ക് എത്തിയാണ് പ്രതി എല്ലാവരോടും വിവരം പറഞ്ഞത്. മൃതദേഹം ആദ്യം കണ്ടത് താനാണ് എന്ന തരത്തിലായിരുന്നു ഇയാളുടെ വിശദീകരണം. ഭാര്യ തലയിടിച്ചു വീണുവെന്നും ആശുപത്രിയിൽ എത്തിക്കാൻ വാഹനം വേണം എന്നാണ് രാജീവ് എല്ലാവരോടും ആവശ്യപ്പെട്ടത്. തുടർന്ന് നാട്ടുകാർ തന്നെ സംഘടിച്ചെത്തിയാണ് ശ്യാമയെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം പരിശോധിച്ചപ്പോൾ തന്നെ അവിടെയുണ്ടായിരുന്ന ഡോക്ടർക്ക് മരണത്തിൽ സംശയം തോന്നിയിരുന്നു. മൃതദേഹത്തിന്റെ കഴുത്തിലും മറ്റും കുത്തിപ്പിടിച്ച പാടുകളുണ്ടായിരുന്നു. തുടർന്ന് അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ശ്യാമ വീട്ടിൽ തലയിടിച്ചു വീണു എന്ന് മാത്രമായിരുന്നു രാജീവിന്റെ മറുപടി. ആശുപത്രിയിൽ എത്തുമ്പോൾ പ്രതിയും സുഹൃത്തുക്കളും മദ്യപിച്ചിരുന്നു. മാത്രമല്ല രാജീവിന്റെയും സുഹൃത്തുക്കളുടെയും മൊഴികളിലും വൈരുദ്ധ്യമുണ്ടായിരുന്നു. ആശുപത്രിയിലെത്തിയ പോലീസുകാരോട് ഡോക്ടർമാർ ഇക്കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു. മൃതദേഹം കണ്ട് പോലീസിനും സംഭവത്തിൽ അസ്വാഭാവികത തോന്നിയിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിലും രാജീവ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു ആവർത്തിച്ചത്. അന്നു തന്നെ പോലീസ് രാജീവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു.